ഗേസ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സജ്ജാസേഖർ. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം സീ പോർട്ടാണ് എൻ്റെ പുറകുവശത്ത് കാണുന്നത്. ചൈനയിലെ സിയാമെൻ തുറമുഖത്തു നിന്നും 2000 കണ്ടെയ്നറുകളുമായി എത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ദൃശ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ജനതയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് എത്തി. ചൈനയിലെ സിയാമെൻ തുറമുഖത്തു നിന്നും 2000 കണ്ടെയ്നറുകളുമായി എത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് നങ്കൂരമിട്ടത്. ഇന്ന് മുഖ്യമന്ത്രിയും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ഔദ്യോഗിക സ്വീകരണം നൽകി. ഒക്ടോബറിന് മുമ്പ് തുറമുഖത്തിൻ്റെ ആദ്യഘട്ടം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യാനാകുമെന്ന് അദാനി പോർട്ട് സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്താണ്? ഷാജി. ഇപ്പം ഈ നമുക്ക് മീൻ പിടിക്കുന്നതിൽ ഇനിയിപ്പോൾ ഈ ഷിപ്പുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ? ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ പണിക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ ഷിപ്പൊക്കെ ഇപ്പോൾ ഒന്നല്ലേ ഒന്ന്, ഇനി ഒരുപാടെണ്ണം വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് 25 ഹോഴ്സ് പവറുള്ള എൻജിനിലാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് സ്ലോ ആക്കാനും പറ്റില്ല. അപ്പോൾ ഷിപ്പ് വരണതനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ടൈമിങ് നമുക്ക് അതിരാവിലെ 4 മണിക്ക് തുടങ്ങി പിന്നെ ഇവിടെ 24 മണിക്കൂർ കൂടെ പണിക്ക് പോകുന്നതാണ് ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഷിപ്പ് യാർഡിൽ നിന്ന് അവരുടെ ഈ തുറമുഖത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ തന്നിട്ടില്ല. അവിടെ ഒരു ചുവപ്പ് ഇതിട്ടിട്ടുണ്ട്. അത് വന്നിട്ട് അതിൽ ഒരു സിഗ്നൽ മാത്രമേ ഇട്ടിരിക്കും. അതിന് അങ്ങോട്ട് പോകാൻ പാടില്ല, ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഉൾക്കടലിൽ മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ലെന്നാണ്? പറ്റും. അതുവഴി പോകാൻ പാടില്ല എന്നുള്ളത് പറയുന്നത് അല്ലേ? അവരുടെ ഏരിയ. ഇപ്പോൾ എൻ്റെ മുമ്പ് നിൽക്കുന്നത് നമ്മുടെ ഈ വിഴിഞ്ഞം ഇടവകയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ചേട്ടൻ പേരെന്നൊന്ന്? എൻ്റെ പേര് ആൻ്റണി. നമ്മുടെ ഇപ്പോൾ ഈ സീ പോർട്ട് വന്നതായിട്ടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതിനെക്കുറിച്ച്? നമുക്ക് സ്റ്റാർട്ടിങ് 2014 തന്നെ ഞങ്ങൾ തന്നെയാണ് സമരം ചെയ്താണ് ഈ പോർട്ട് വേണമെന്നുള്ള ആവശ്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞത്. കാരണം അപ്പോഴും നമുക്കറിയാമായിരുന്നു നമ്മുടെ ജീവനും ജീവിതവും ഇത് പ്രശ്നമാവും. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയുടെ വികസനം നമ്മൾ കാണുന്നു, കേരളത്തിൻ്റെ വികസനം കാണുന്നു, നമ്മുടെ നാട് കംപ്ലീറ്റ് വികസനത്തിൻ്റെ പാതയിൽ എത്തുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന് തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ പോർട്ടുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കുറേ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു അന്വേഷണ ചർച്ചകൾ ചിലത് വീശിപ്പോയി. പക്ഷേ ഇപ്പോഴും ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് നമ്മളൊപ്പം നിൽക്കുന്നു. ഞങ്ങളുടെ പല കാര്യങ്ങളും നമ്മൾ ഉന്നയിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഗവൺമെൻറ് ഇപ്പോൾ നടത്തുന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുദാഹരണം മുൻകൈ എടുത്ത് മന്ത്രി സജിച്ചറിയാൻ സാറ്, പിന്നെ നമ്മുടെ വാസവൻ സാറ്, അവർ രണ്ടുപേരോടൊപ്പം നമ്മുടെ മുഖ്യമന്ത്രി ചേർന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെങ്ങനെ കാര്യങ്ങൾ കണ്ടെത്താവുന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റോടൊപ്പമാണ്. ഇന്ന് പോർട്ട് ഇനാഗുറേഷനിൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളെക്കാൾ ഏറെ ഇന്ത്യയിലല്ല നമ്മുടെ എല്ലാ ജനങ്ങളെക്കാൾ ഏറെ സന്തോഷിക്കുന്നത് ഞങ്ങൾ അത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ഈ സംഭാവനയാണ് ഈ പോർട്ടിൻ്റെ വരവ്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തിൽ ഞങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടായാലും ഞങ്ങൾ പോർട്ടിനൊപ്പം ചേർന്ന് സഹകരിച്ച് ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നാടിൻ്റെ വികസനത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇതിനിടയിൽ ഒരു വ്യക്തിയെ ഞാൻ ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി, ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കപ്പലാണ് വന്നത്, ഒന്നിലധികം കപ്പലുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മീൻ പിടിക്കാൻ പോകുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇല്ല, നമ്മുടെ ആൾക്കാർ കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ്. ഇത് നമ്മൾ ഈ ഇൻ്റർനാഷണൽ കപ്പൽ ചാല് തന്നെ 11 നോട്ടിക്കൽ മൈലേജിലാണ് ഇൻ്റർനാഷണൽ കപ്പൽ ചാല്. ആ ഇൻ്റർനാഷണൽ കപ്പൽ ചാല് ഇവിടെ പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഇൻ്റർനാഷണൽ കപ്പൽ ചാല് അവിടെ ഉണ്ട്. അത് നമ്മുടെ തൊഴിലാളികൾക്ക് അറിയത്തില്ല. അവർ ചിന്തിക്കുന്ന വെച്ചാൽ ഈ കപ്പൽ വരുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഇവിടെ കപ്പൽ ചാലുള്ളത്. പക്ഷെ നേരത്തെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, 11 നോട്ടിക്കൽ മൈലേജിൽ നമ്മുടെ ഇൻ്റർനാഷണൽ കപ്പൽ ചാലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വരുമ്പോഴേക്കും ആ ഭാഗത്ത് തന്നെ പൊഴിയൂരിൽ നിന്നാണ് ഇത് കയറി വരുന്നത്. ആ ഭാഗത്തുള്ള അവിടെ നിന്ന് പണിക്ക് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പണിക്ക് പോകാനൊരു ബുദ്ധിമുട്ടില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അറിയാത്ത അവരാ പറയണത് ഈ പോകുമ്പോൾ കപ്പൽ ചാലിലായിരിക്കും മേ ബി പോകുന്നത്. അത് നേരത്തെ ഉള്ളതാണ്, അത് നമുക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. ശരിയോ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.